ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ധ്യാനത്തിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ 1-2 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകളാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ടിടുന്ന വീഡിയോയ്ക്ക് നല്ല പ്രതികരണങ്ങളുണ്ട്. പിന്നെ പഴയ ഒരുപാട് വീഡിയോകൾ ഇട്ടതിൽ കമൻസുകൾ വന്നിട്ടുള്ളതിൽ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. മെല്ലെ മെല്ലെ അത് സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ധ്യാനം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുവാനോ അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നിയന്ത്രണങ്ങൾ വരുത്താനോ നമുക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ നമ്മളിൽ എളുപ്പമല്ല. അത് തന്നെ സംഭവിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഉറക്കം നമുക്ക് എപ്പോഴാണ് ഉറങ്ങുക അല്ലെങ്കിൽ ഇന്ന സമയത്ത് കറക്റ്റായിട്ട് ധ്യാനം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കതിനൊരു ഒരുക്കങ്ങൾ ചെയ്യാം. ഇപ്പോൾ നല്ല മെത്ത അല്ലെങ്കിൽ AC റൂം, നല്ല വൃത്തിയും വെടുപ്പൊക്കെ ആയിട്ട് കൊതുക് കടിക്കാതിരിക്കാനുള്ള കൊതുക് വല, അങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തലവണയൊക്കെ വെച്ച് പുതപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടൊക്കെ മൂടി ഇങ്ങനെ കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന സമയത്ത് ഉറക്കം വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യാം. ആ ഒരുക്കങ്ങൾ മാത്രമാണ് നമ്മൾ ധ്യാന പരിശീലനം, ധ്യാന ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് ധ്യാനം നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ആ ഒരുക്കങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഒരുക്കങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യണത്. അതിന് സഹായകരമാകുന്ന രീതിയിലുള്ള നിരവധി മാർഗങ്ങൾ പതഞ്ജലി മഹർഷിയുടെ പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവ സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ധ്യാനത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ സജഷൻസ്, ചലനാത്മക രീതികൾ, അതെല്ലാം യഥാർത്ഥ ധ്യാനത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ്. അതൊന്നും യഥാർത്ഥ ധ്യാനമായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. നിരവധി മാർഗങ്ങളുണ്ട്. അത് വ്യത്യസ്ത മതങ്ങളിലൂടെ, വ്യത്യസ്ത ആചാര്യന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്നതാണ്. അതിലേത് വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആകുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്നത് മാത്രമാണ് ചെയ്യാൻ പറ്റുക അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചെറുപ്പം മുതൽ ഓരോ മതത്തിൻ്റെ ഇതിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മാതാപിതാക്കൾ, അതുപോലെ നമ്മളിവിടെ ഇടപഴകുന്ന ആളുകളുമായിട്ട് ആ മതത്തിൻ്റെ സ്വാധീനം നമ്മളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ധ്യാന രീതി പറയുന്ന സമയത്ത് ആ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരണാ വിഭാഗങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സജഷൻസ് പറയുകയാണെങ്കിൽ, ആ രീതികൾ, മാർഗങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താണ് അൾട്ടിമേറ്റ് നിശ്ചലത തന്നെയാണ്. ചിത്തത്തിൻ്റെ വൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗ. ആ ചിത്തവൃത്തി സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിലേക്കുള്ള മാർഗങ്ങൾ വ്യത്യസ്തമാണ്. പല പല ആചാര്യന്മാർ വ്യത്യസ്ത രീതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ശരിയാണ്, അതിലൊന്ന് മാത്രമാണ് ശരിയെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ചില ഗുരുക്കന്മാരുടെ രീതികളോട് ചില ആളുകൾക്ക് ഒരു താല്പര്യക്കുറവുണ്ടാവാം, താല്പര്യം ഉണ്ടാവാം. അത് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ജീനുകളൊക്കെ ആയിട്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അതിനൊക്കെ സഹായകരമാകുന്നതാണ് നമ്മുടെ ജനന സമയവും ജനന സ്ഥലവും ജന്മനക്ഷത്രങ്ങളും അതുമായി കണക്ട് ചെയ്തിട്ടുള്ളതൊക്കെ. ഇങ്ങനെ ഇത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി എല്ലാറ്റിനെയും ഉപയോഗിക്കുന്നതിലൊരു തെറ്റുമില്ല. എല്ലാം അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ യോഗ ക്ലാസ്സുകളും അതുപോലെ ധ്യാന രീതികളും ചികിത്സാ മാർഗങ്ങളൊക്കെ അവലംബിക്കുന്നത്. അതിൻ്റെ ഉത്തമമായിട്ടുള്ള രീതിയിൽ ഇത് ഒരു റിസൾട്ട് കിട്ടാവുന്ന രീതിയിൽ നമ്മളൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ റെൻറ്റിനാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ ഒരു സ്ഥലമുള്ളത് നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ക്ലാസ്സുകളും അതുപോലെ TTC ക്ലാസ്സുകളും ഓൺലൈനിലായിട്ടുള്ള ഇതും ഓഫ്ലൈനായിട്ടുള്ളതും നടത്തുന്നത്.
അതുകൂടാതെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ GUP സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് പ്രിയങ്ക സ്റ്റോഴ്സിൻ്റെ സൈഡിലൂടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 വീടുകളുണ്ട്. ആ രണ്ടാമത്തെ വീടിൻ്റെ മുകൾ ഭാഗത്താണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസിലൊക്കെ ഒരു അച്ചാച്ചൻ ഇടാറുണ്ട്. രാമനാരായണ അയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലത്ത് യോഗ നിലയം, ആയുർവേദ നിലയം, അതുപോലെ ചികിത്സ, വാസ്തു, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ, പൂജാ സംഭവങ്ങളെ കുറിച്ചും കൂടി പറയാം. നമുക്ക് ഇഷ്ടദേവത ഉപാസന ഒക്കെ അതവിടെ സൗകര്യമുണ്ട്. പൂജകളിലൂടെ നമുക്ക് സംഭവിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിട്ട, അതുപോലെ നിരന്തരം ആവർത്തിക്കുവാൻ വേണ്ട ഓരോ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. പ്ലസ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചൈതന്യ ശക്തിയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പൂജ. നമ്മളെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒരു പൂജ സ്വാധീനിക്കുന്നത് അവനവനെ തന്നെയാണ്. അവനവനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവനവൻ്റെ ഉള്ളിലുള്ള ചൈതന്യ ശക്തിയിൽ ഉണ്ടാകുന്ന ഒരു ഊർജത്തിൻ്റെ തരംഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും അവിടെ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും ഒക്കെ നമ്മളെ സ്വാധീനിക്കും, നമ്മളുമായിട്ട് ഇടപഴകുന്നവരെ സ്വാധീനിക്കും. ഇത് തന്നെയാണ് പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യുന്നത്, ആ തന്ത്രി പ്രതിഷ്ഠിക്കുന്നത് തന്നിലെ ആ ഒരു ചൈതന്യത്തെ തന്നെയാണ്, ആ പ്രാണനെ തന്നെയാണ്, ആ പ്രാണശക്തിയെ തന്നെയാണ്, ഊർജത്തിനെ തന്നെയാണ്, ആ തരംഗത്തിനെ തന്നെയാണ്. ചൈതന്യ ശക്തിയുടെ ഒരംശമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ ട്യൂണിങ് കറക്റ്റാക്കുക മാത്രമാണ് ഇത്തരം പൂജാവിധാനങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നത്. ഒരു കണക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഭഗവാനുമായിട്ട് നമ്മളൊരു മൂലമന്ത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്യണ പോലെയാണത്. നമ്മളിവിടെ ഈ പ്രകൃതിയിൽ മുഴുവൻ ഈ റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഫോണിലുള്ള തരംഗങ്ങൾ അതുപോലുള്ള ഇതൊക്കെ മൊത്തത്തിലൊന്ന് നോക്കിയാൽ മതി. എല്ലാം ഇവിടെ ഉണ്ട്, ഇപ്പോൾ നിലവിലുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിൽ ഒരു ആൻറ്റിന വെച്ചിട്ട് കേബിൾ TV ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ആൻറ്റിന നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ആ കണക്ഷൻ ഓൾറെഡി പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ട്യൂണിങ് കറക്റ്റ് ആവുന്ന സമയത്താണ് ഈ TV-യിൽ നമ്മളെല്ലാം കാണുന്നത്, ദൃശ്യമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കും ഇതെല്ലാം അനുഭവിക്കാനും ഇത്തരം വിദ്യകളിലൂടെ കടന്നു പോകുമ്പോൾ സാധിക്കും. അത് ഈ പ്രകൃതിയിലുള്ള ഈ ചൈതന്യ ശക്തിയുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുകയാണ് ചെയ്യണത്. അപ്പം അതിൻ്റെ ആ ട്യൂണിങ് ആണ് നമ്മൾ കറക്റ്റ് ആക്കേണ്ടത്. അതാണ് ധ്യാനത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന അനവധി ചിന്തകൾ, അത് അങ്ങനെ പതറിയ ചിന്തകൾ, ചിതറിയ ചിന്തകൾ, വിതറിയ ചിന്തകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ പല പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞു പോയതിനും വരാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളൊരു അല്പസമയം വെറുതെ ഇരിക്കുന്ന സമയത്ത് ആദ്യം ശരീരത്തിനൊരു സുഖമുണ്ടെങ്കിലാണ് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. മെല്ലെ മെല്ലെ നമ്മൾ ബ്രീത്തിനൊക്കെ ശ്രദ്ധിക്കുക. പ്രാണായാമത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ ശ്വസന നിയന്ത്രണത്തിലൂടെയൊക്കെ നമ്മളൊരു നിശ്ചലത വരുത്തി മെല്ലെ നമ്മുടെ ചിന്തകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ആ ചിന്തകൾക്ക് അവിടെ സ്വാഭാവികമായൊരു വിശ്രമം സംഭവിക്കുകയാണ് ചെയ്യണത്. ആ ചിന്തകൾ മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. കലങ്ങിയ വെള്ളമൊക്കെ തെളിയുന്നത് പോലെ നമ്മുടെ ആ മനസ്സ് അങ്ങോട്ട് തെളിയാണ് ചെയ്യണത്. മനസ്സ് തെളിയുക എന്നുള്ള വാക്ക് ചിലപ്പോൾ ആധികാരികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ആചാര്യന്മാർ പറയും തെറ്റാണെന്ന് പറയും. കാരണം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സില്ല, ചിന്തകളില്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവിടെ മനസ്സ് എന്ന് പറയുന്ന സംഭവമില്ല, ഡയറക്റ്റ് കണക്ഷൻ വരികയാണ് ആ ചൈതന്യ ശക്തിയിലേക്ക്. അത് പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായിട്ടുള്ളൊരു പവറും ഈ ചൈതന്യ ശക്തിയുമായിട്ട് കണക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്കൊരു പ്യൂരിഫിക്കേഷനാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത് ഈ ധ്യാനം സംഭവിക്കുമ്പോൾ. അതിന് സഹായകരമാകുന്നതാണ് മന്ത്രങ്ങൾ, അതുപോലെ ജപങ്ങൾ, അതുപോലെ ഓട്ടോ സജഷനുകൾ, ഗുരു സാന്നിധ്യം മാത്രം മതി. ഗുരു സാന്നിധ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ആധികാരികമായിട്ട് ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് പഠിച്ചിട്ടുള്ള ആ ഗുരുക്കന്മാരുടെ സാമീപ്യം വഹിച്ചിട്ടുള്ളവരുടെ അടുത്തുനിന്ന് മാത്രമാണ് നമ്മൾ ഈ വിദ്യ പഠിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ വെറും ബുക്ക് മാത്രം നോക്കിയിട്ടോ യൂട്യൂബ് മാത്രം നോക്കിയിട്ടോ ഒരു വിദ്യയും പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ബുക്ക് മാത്രം മതിയല്ലോ.
പക്ഷെ ബുക്ക് മാത്രം നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അത് ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ വിദ്യ ഒരു ട്യൂണിങ് ആണ്. അവിടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വരും. എന്തായാലും ഡൗട്ട്സ് വരണമല്ലോ. ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ സംശയങ്ങൾ വരും. അപ്പോൾ അത്തരം സംശയങ്ങൾ ചോദിക്കണു. ആശയവിനിമയത്തിലൂടെയാണ് അറിവ് നേടുന്നത്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ലക്ഷ്യം മോക്ഷമാണെങ്കിൽ അറിവിലൂടെ മാത്രമാണ് മോക്ഷം സാധ്യമുള്ളൂ. അപ്പോൾ ജ്ഞാനസമ്പാദനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ അറിവ് എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ചുള്ള അറിവാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ചൈതന്യത്തെക്കുറിച്ചുള്ള അറിവാണ്. സമസ്ത ജീവജന്തുജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായിട്ടുള്ള പവർ, അതിൻ്റെ ഒരു ചൈതന്യ ശക്തിയുടെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതാണ് ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി നിരവധി ധ്യാന രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഡൈനാമിക് മെഡിറ്റേഷൻ, അതുപോലെ കുണ്ടലിനി എനർജി റൈസ് ചെയ്യുന്ന രീതിയിലുള്ള കുണ്ടലിനി മെഡിറ്റേഷൻ, അതുപോലെ പല ആചാര്യന്മാരുടെയും രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ സബ്ജക്റ്റിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. നേരും നെറിയുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. പല ആളുകളും നമ്മുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പല ആളുകളും ഈ വിദ്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വന്ന വഴി മറന്നിട്ടും പഠിപ്പിച്ച ആളോടും ആ സാഹചര്യങ്ങളോടും യാതൊരുവിധ നന്ദിയില്ലാതെ, യാതൊരുവിധ നേരും നെറിയുമില്ലാതെ അനേകം യോഗ ടീച്ചർമാർ ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എൻ്റെ കൈകൾ കൊണ്ട് തന്നെ എനിക്കൊരു നിമിത്തമായിട്ട് ഒരുപാട് യോഗ സെൻ്ററുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് മാത്രം പണമെടുത്തിട്ടല്ല, പക്ഷെ പല ആളുകളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗമായിട്ട് പല പല സ്ഥലങ്ങളിലും യോഗ സെൻ്ററുകൾ നമ്മൾ വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കയറി വന്ന് പിന്നെ അവിടെ കസേരയിലൊക്കെ ഇരുന്ന് അവിടുത്തെ വലിയ ആചാര്യനൊക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്രകാരം കാണാം. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയണു, വലിയ ആളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല തള്ളുതള്ളെന്ന് പറയില്ലേ, അവിടെയൊക്കെ ഒരു ശതമാനം യോഗ്യത പോലും ഇല്ലാത്ത ആളുകളാണ് അവിടെയൊക്കെ കയറിയിരുന്ന് യോഗ ക്ലാസ് എന്നും പറഞ്ഞ് പല പല സർട്ടിഫിക്കറ്റ് കോഴ്സുകളും എടുക്കുന്നത്. വളരെ ശക്തമായിട്ട് അതിനൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്, എതിർക്കേണ്ടതാണ്. കാരണം ഇത്തരം ബിസിനസ് രീതികളും ഇത്തരം വളരെ മോശമായിട്ടുള്ള രീതികളും വളരെ ശക്തമായിട്ട് എതിർക്കേണ്ടതാണ്. അപ്പോൾ പഠിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, തിരഞ്ഞെടുക്കുന്ന ഗുരുനാഥൻ ആരാണെന്ന് നോക്കണം. ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. എവിടെയാണ് പഠിച്ചിട്ടുള്ളത് നോക്കണം. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അഭ്യസിച്ചിട്ടുണ്ടോ നോക്കണം. എന്നിട്ട് വേണം ഈ വിദ്യ പഠിക്കാൻ. അപ്പോൾ എന്നെക്കുറിച്ചൊക്കെ നന്നായി അന്വേഷിക്കുക. താല്പര്യമുള്ള ആളുകൾ മാത്രം എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യോഗ ടീച്ചറാകാൻ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. സർട്ടിഫിക്കറ്റുകൾ നമ്മൾ യോഗ അലയൻസ് ഇൻ്റർനാഷണലിൻ്റെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ യോഗ TTC കോഴ്സും ചെയ്യുന്നുണ്ട്. അതുപോലെ ധ്യാനത്തിന് മാത്രമായിട്ട് പ്രത്യേകം സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇത്തരം വീഡിയോസുകൾ തുടർന്നും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് താല്പര്യമുള്ളവരാണ് ഇത് കാണേണ്ടത്. എല്ലാവരും കാണണമെന്ന് പറയില്ല. ഇതിനോട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരിലേക്കും എത്തിക്കുവാൻ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്പർ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ യോഗ ടീച്ചറാവാനും യോഗ പഠിക്കുവാനും മെഡിറ്റേഷനെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.